അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ. വിദേശ മന്ത്രാലയ സ്ഥിരം സമിതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനാണ് വെടിനിർത്താനുള്ള നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി സമിതി യോഗത്തിൽ അറിയിച്ചു. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, എന്താണ് വിശദീകരണം വരുന്നത്? പ്രതീക്ഷ, ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പാർലമെന്റ് സ്ഥിരം സമിതിയുടെ യോഗം പാർലമെന്റ് അനക്സിൽ തുടരുകയാണ്. പ്രധാനമായും വിദേശ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഇന്ത്യ പാക് വിഷയം ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ വെടിനിർത്തൽ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഈ വെടിനിർത്തൽ സംബന്ധിച്ച ആദ്യ നിർദ്ദേശം വന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ആണവായുധങ്ങളൊന്നും തന്നെ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ വിക്രം മിസ്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എന്തായിരുന്നാലും താനുമായി ഈ കാര്യങ്ങളൊന്നും തന്നെ ട്രംപ് ആലോചിക്കാറില്ല എന്ന് മാത്രമേ ഷഹീൻ മിസൈൽ ഉപയോഗിച്ചില്ലെന്ന വാദം പാകിസ്ഥാൻ ഉയർത്തുന്നു. അത് സംബന്ധിച്ചുകൂടി ഷഹീൻ മിസൈൽ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞ, ആണവായുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഷഹീൻ മിസൈൽ എന്ന് പറയുന്നത് ആണവായുധം വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള. അതാണ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചതും സിർസയ്ക്ക് മുകളിൽ, അതായത് ഹരിയാനയിലെ സിർസയ്ക്ക് മുകളിലും വെടിവെച്ചിട്ടത്. ആണവായുധങ്ങൾ അതിലുണ്ടായിരുന്നില്ല, ന്യൂക്ലിയർ ക്യാപ്ഡ് ആയിരുന്നില്ല ആ ഷഹീൻ മിസൈൽ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആണവായുധം അത് പ്രയോഗിച്ചിട്ടില്ല എന്നാണ് വിദേശ സെക്രട്ടറി പറഞ്ഞത്. ശരി, ബസന്താണ് രണ്ട് വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകിയത്.